ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ആശുപത്രികളിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ആരോഗ്യരംഗത്ത്, അതുപോലെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അത് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോരുത്തരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എടുക്കുന്നത് കൊണ്ടാണ് ഈ കാര്യമായിട്ടുള്ള ആൾക്കാർ, നേതാക്കന്മാരും അതുപോലെ മറ്റുള്ള ആൾക്കാരുമൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലോ പോയിട്ട് ചികിത്സ എടുക്കുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് മേഖലയിലുള്ള ആശുപത്രികളുടെ ദുരവസ്ഥ മനസ്സിലാകാത്തത്. ഞാൻ 3 ദിവസം പരിയാരം മെഡിക്കൽ കോളേജിൽ കടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. എല്ലാവരും 11 ബെഡുണ്ട് ആ വാർഡിൽ. 11 ബെഡിൽ ആൾക്കാരുമായിട്ടെല്ലാം ഞാൻ സംസാരിച്ചു. അവർക്കൊക്കെ പറയാനുള്ള ഇത് തന്നെയാണ്, ബുദ്ധിമുട്ടുകളെ പറ്റി മാത്രമാണ്. കാരണം സ്റ്റാഫുകളെ കൊണ്ടാണ് പ്രശ്നം. ഡോക്ടർമാരും നഴ്സുമാരും 90% പെർഫെക്റ്റാണ്. പക്ഷേ ബാക്കിയുള്ള സ്റ്റാഫുകൾ, അതായത് ഈ അറ്റൻഡർമാർ, നമ്മളെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുപോകേണ്ടവർ, അതുപോലെ സെക്യൂരിറ്റി ഗാർഡുകൾ, അങ്ങനെയുള്ള ആൾക്കാർ അവരെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അവർ നമ്മളൊരാവശ്യത്തിന് കിട്ടുന്നില്ല. സെക്യൂരിറ്റി ഗാർഡെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കാർ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. എന്തിനാ ഇത്രക്കാർ സെക്യൂരിറ്റി ഗാർഡുകളെന്ന് അറിയില്ല. അവർക്കൊരു പണിയുമില്ല. അതൊക്കെ എങ്ങനെയാണ് കയറി വന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും വളരെ ശോചനീയ അവസ്ഥയാണ്. കാരണം നമുക്ക് പോയ ദിവസം തന്നെ, ആദ്യം പോയ ദിവസം തന്നെ വെച്ചാൽ എനിക്കൊരു നടക്കാനും നിൽക്കാനും ഇരിക്കാനൊന്നും വയ്യാത്ത ഒരാളെന്ന നിലയിൽ എൻ്റെ വൈഫ് ആണ് അവിടുന്ന് OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ ദിവസം അവിടെ പോയിട്ട് ഡോക്ടർ ഇത് എഴുതിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഷീറ്റിൽ എഴുതിയിരുന്നു. അപ്പോൾ ഡോക്ടർ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് തന്നിരുന്നു. അത് കാണിച്ചാൽ മതി, ഇന്ന് ഒരു അഡ്മിറ്റ് ആകുന്നില്ലെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ അത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ആ ഷീട്ട് അപ്പം മാത്രമല്ല, ഡോക്ടർ പറഞ്ഞിരുന്നു ന്യൂറോന് ഇവിടെ അഡ്മിഷൻ ഇല്ല, നിങ്ങൾ ജനറൽ മെഡിസിനാണ് അഡ്മിഷൻ, ജനറൽ മെഡിസിൻ OPDയിലാണ് അഡ്മിഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് പ്രകാരം നമ്മൾ ജനറൽ മെഡിസിൻ്റെ ലൈനിൽ നിന്നിട്ട് ഇത്രക്കാരാളുണ്ട്. ജനറൽ മെഡിസിൻ ഇത്രക്കാരാൾ ലൈനുണ്ടാവും രാവിലെ. അപ്പോൾ ആ ലൈനിൽ നിന്നിട്ട് ഷീട്ട് കാണിച്ച് ഷീട്ടിലുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടാണ് ടോക്കൺ എടുക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്. ഷീട്ട് കാണിച്ചിട്ട് ഷീട്ടിൽ വരും ഇങ്ങനെ ന്യൂറോണ ഡോക്ടർ എഴുതിയാണ് അഡ്മിഷന് വേണ്ടിയിട്ട് എഴുതിയാണ്, ജനറൽ മെഡിസിനിലാണ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടാണ് പക്ഷേങ്കിലോ അവർ നമുക്ക് എന്ന ഷീട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോ മെഡിസിൻ OPയിലേക്കുള്ള ടിക്കറ്റാണ് തന്നത്. അപ്പോൾ ഞങ്ങളെന്ത് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഇനിയും അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ കാണിക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് ന്യൂറോ മെഡിസിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവിടെ
ഇരിക്കുന്ന സിസ്റ്റർമാരുണ്ട്, അവരോടും ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് ന്യൂറോ മെഡിസിൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്, പിന്നെ ഇവിടത്തേക്ക് തന്നെയാണോ ഇത് ഷിഫ്റ്റ് വേണ്ടത്, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവരാളെ മേടിച്ച് വെച്ചു. അവർ മേടിച്ച് വെച്ച് നമ്മളെ വരെ കാത്തു നിന്ന്. ആടെയുള്ള പ്രശ്നം അറിയുക, നമ്മളിപ്പോൾ ലൈന് നിന്നിട്ടാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പ്രഷർ നോക്കണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ലൈൻ തന്നെ നിൽക്കണം. അതിലേക്ക് എന്ത് പീഡനമാണ് നടത്തുന്നത്, ആരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ചോദിക്കാൻ പറയുന്ന ആരും ഇല്ലല്ലോ, സത്യം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ ലൈൻ നിന്നിട്ടാണ് ടോക്കൺ എടുക്കുന്നത്. രാത്രി അവിടെ അതിന് അവിടെ താമസിച്ചിട്ടൊക്കെ രാവിലെ ടോക്കൺ ലൈനിൽ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിട്ടാണ് ജനങ്ങൾ ഈ പിന്നെ ഈ സൗജന്യ സേവനത്തിന് വേണ്ടിയിട്ട്, സൗജന്യ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന സൗജന്യ സേവനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്ക് പതി പൈസ എന്ന് മനസ്സിലാക്കിയത്. പിന്നെ അങ്ങനെയല്ലാണ് സ്ഥിതിയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെ ഒരു ന്യൂറോ ഡോക്ടറെ ടോക്കൻ്റെ സമയമായി വിളിച്ചു. ലൈന് പ്രഷറിലും നോക്കി. പിന്നെ അതിന് ശേഷം ഡോക്ടറെ സമയം വിളിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞ സംഗതി ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തേക്കാണ് നമുക്ക് ഷീട്ട് എന്ന് പറഞ്ഞു. ഇവിടുത്തേക്കല്ലേനും പിന്നെ ജനറൽ മെഡിസിനിൽ ഇല്ലേനും അഡ്മിഷൻ എടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് ഒന്നും കൂടി OP ടിക്കറ്റ് എടുക്കേണ്ടി വരും ജനറൽ മെഡിസിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ടോക്കൺ എടുത്തത്. ഷീട്ട് അത് എൻ്റെ ഡോക്ടർ എഴുതിയ സ്ഥലം കാണിച്ചോ, എന്തല്ലേ ഡോക്ടർ അന്ന് എഴുതിയതല്ലേ കാണിച്ചു കൊടുക്കേണ്ടത്, അതെ അത് തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും നോക്കാതെയാണ് അവർ ഷീട്ടിൻ്റെ പുറത്ത് ഏത് മെഡിസിന് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ആദ്യം കാണിച്ചത് അത് മാത്രം നോക്കിയിട്ടാണ് ടോക്കൺ തന്നത് നമുക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഇനി ഞാൻ പറഞ്ഞതിൽ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററും കൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ ലൈൻ നിന്നിട്ടാണ് പിന്നെ ജനറൽ മെഡിസിൻ്റെ പിന്നെ ലൈൻ എന്നിട്ട് ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ അവിടെ അഡ്മിഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ത് പീഡനമാണെന്ന് അറിയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി നോക്കിയൊക്കെ അറിയും. പിന്നെ പുറത്തുനിന്ന് പറയുന്ന ആളറിയും പിന്നെ എന്ത് പ്രശ്നം ചോദിക്കും. പിന്നെ നമ്മളെ ഈ ആരോഗ്യമേഖല തകർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെയെല്ലാം പറയുന്നത് പറയും. പക്ഷേ ആരോഗ്യമേഖലയുടെ പിന്നെ ആരോഗ്യമേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ പിന്നെ റോഡുകളായാലും യാത്രാ സൗകര്യങ്ങളായാലും എല്ലാം നമുക്ക് നല്ല നിലയിൽ തന്നെയാണ് പോകുന്നത്. നല്ല കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ അത് ഗവൺമെൻറ് പൈസ ചിലവാക്കിക്കൊണ്ട് മാത്രം ആയില്ലല്ലോ. ഗവൺമെൻറ് ഏൽപ്പിക്കുന്നവർ അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ള കൂടി ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യണ്ടേ. അപ്പോൾ അത് ചെയ്താലല്ലേ നമുക്കതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ മാത്രമേ ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെ MRI സ്കാൻ ചെയ്യുന്നതിന് പൈസ അടക്കണം, ബാക്കിയെല്ലാം ഫ്രീ ആയിരിക്കും, അത് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടെന്നും പറഞ്ഞിരുന്നു. അത് മുന്നേ പറഞ്ഞുകൊണ്ട് നമ്മളതിന് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസിൽ പെടുന്ന ആൾക്കാർ 6,000 ഉറുപ്യ അടച്ചിട്ടാണ് എല്ലാവരും 6,000 ഉറുപ്യ അടച്ചിട്ടാണ് അവിടുന്ന് MRI സ്കാൻ ചെയ്യുന്നത്. MRI സ്കാൻ ചെയ്യുന്നിടയ്ക്ക് നിങ്ങൾക്ക് ഈ പൈസ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലയോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ ഒരു ജീവനക്കാരനോ ഒരു സ്ഥലത്തുള്ള ആൾക്കാരോ നേഴ്സുമാരോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തിന് നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടുമെന്നുള്ളത്. 6,000 ഉറുപ്പ്യാണ് കൊടുത്തത്, അത് ഓർമ്മിക്കണം. അപ്പം ഡോക്ടർ നമ്മളോട് ആദ്യമേ പറഞ്ഞല്ലോ പൈസ അടക്കേണ്ടി വരുന്നു. റീഫണ്ടിൻ്റെ കാര്യം ഡോക്ടർ പറയുക, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഡോക്ടർ പറയുക.
ഡോക്ടർക്കും മറ്റുള്ള രോഗികളെല്ലാം നോക്കാൻ സമയം വേണ്ടേ. അപ്പോൾ അവിടെ സ്ഥിതിഗതികളെല്ലാം വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിനൊക്കെ പോയി ഇരിക്കാൻ പറ്റാതെ ഒരാളെ MRI ടെസ്റ്റിന് പിന്നെ CT സ്കാനിന് ഒക്കെ കൊണ്ടുപോയിട്ട് 3-4 മണിക്കൂർ ആൾക്കൊണ്ട് ഇരുത്തിച്ചിട്ടാണ് ചെയ്ത് തന്നത്. ഇരിക്കാൻ പറ്റാത്തത്. ഇരിക്കാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് കാറിലെല്ലാം നല്ലോണം കുറച്ച് നല്ല നല്ല സീറ്റിൽ കുറച്ച് സമയം മാത്രമേ ഇരിക്കാൻ പറ്റൂ. പിന്നെ വേദന തുടങ്ങും. പിന്നെ ഇറങ്ങുമ്പോൾ ചിലപ്പം ബാലൻസൊക്കെ നഷ്ടപ്പെടും. അങ്ങനെയുള്ള എനിക്കാണെന്ന് വെച്ചാൽ അതിന് തന്നെ നമ്മൾ ജനറൽ മെഡിസിൻ പിന്നെ നമ്മളവിടെ അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് ബെഡ് പിരിച്ച് തന്നു. പിന്നെ ഓക്കെ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അപ്പുറത്തുള്ള ആൾക്കാർക്ക് വേണമെന്നെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി ആയിരുന്നു ഉച്ചക്ക് അഡ്മിഷൻ ആയത്. രാത്രി ആയിരുന്നു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചില സിസ്റ്റർ നമുക്കൊന്നുമില്ല എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറുടെ ആക്കിയത്. ഒന്നുമില്ലേ ചോദിച്ചു. അന്നേരപ്പോൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഒന്നും പറഞ്ഞിട്ട് ചെറിയ ജൂനിയർ സിസ്റ്ററാണ് പോയിട്ട് പിന്നെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ MRI എടുക്കേണ്ടതുണ്ട്, CT സ്കാൻ എടുക്കേണ്ടതുണ്ട്, അതെല്ലാം പിന്നെ വേണ്ടുന്ന ചെയ്യാം. പിന്നെ ബ്ലഡ് എടുക്കണം, അതെല്ലാം എടുത്ത്. അപ്പോൾ കാര്യമായിട്ട് MRI സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിന്നെ വിളിക്കും, വീൽ ചെയർ കൊണ്ട് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുവരെ യാതൊരു ഇങ്ങനെ ഒരാൾ ഉണ്ടല്ലോ അതൊന്നും നോക്കുന്നില്ല. കാരണം ഓരോ ഏൽപ്പിച്ച പണി ഓർ ചെയ്യുന്നുണ്ട്. കാരണം ഓർക്ക് കിട്ടിയ ഫയൽ പ്രകാരമാണ് ഓർ ചെയ്യുന്നത്. ഓരോ കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ 1:50 രാത്രി ഉറങ്ങും. ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. 12 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത്. ഞാൻ 9 മണിക്ക് കഴിച്ചു. അങ്ങനെയൊക്കെ സാധാരണ കഴിക്കൽ. ഇപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പം 1:50 വന്നിട്ടാണ് വിളിച്ചത്. പിന്നെ നിങ്ങൾക്ക് MRI എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണോ, പിന്നെ വീൽ ചെയർക്കും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാളും എണീറ്റിരുന്ന് എല്ലാ സെറ്റപ്പും കാര്യങ്ങളിലും സന്നദ്ധരായിട്ട് ഇരുന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് വീൽ ചെയർ വന്നത്. വീൽ ചെയർ വന്ന് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുമ്പോൾ 3 പേഷ്യൻസിൻ്റെ MRI എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് ആ 3 പേഷ്യൻറ്റിനും കഴിഞ്ഞിട്ട് എത്ര ടൈമാണെന്നറിയാം. 2:45 പോയ ഞങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കാണ് വരുന്നത് തിരിച്ചിട്ട്. അപ്പോൾ ഇരിക്കാൻ പറ്റില്ല, പിന്നെ കിടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. കിടന്നു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. പക്ഷേ അപ്പോൾ അത്രയും മണിക്കൂറുകൾ വെറുതെ അവിടെ വരുത്തിയിട്ട് പിന്നെ നമ്മളെ എത്തിക്കുക. അപ്പോൾ ആടുന്ന് പൈസ അടക്കേണ്ട കാര്യം പറഞ്ഞ് പൈസ അടച്ച് എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് പിന്നെ തിരിച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളിക്കൊണ്ടുവരുന്ന ആളില്ല. വീൽ ചെയറും തള്ളിയിട്ട് പിന്നെ നമ്മൾ 8-ാം നിലയിലാണ്, ഈ 3-ാം നിലയിലാണ് പിന്നെ ഇതൊക്കെ എടുക്കുന്നുണ്ട്, സ്കാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. 8-ാം നിലയിലേക്ക് നമുക്ക് എത്തണ്ടേ. എൻ്റെ വൈഫിനെ വന്നിരുന്ന കുറേ ഫയലും കയ്യിലുണ്ട്. തള്ളും പിന്നെ അത്ര വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ പരിചയം എല്ലാവരും പരിചയപ്പെട്ടിട്ടാണോ, പക്ഷേ ശേഷിയും കുറവാണ്, പ്രാപ്തിയും കുറവാണ്. അപ്പം അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തള്ളാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം സിസ്റ്റർമാരെ വിളിച്ച് നോക്കി. പിന്നെ കുറേ വിളിച്ച് പിന്നെ അവസാനം ഉള്ളതിനെ പറഞ്ഞ് നമുക്ക് തള്ളാമെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് കയറ്റി സമയത്ത് പിന്നെ നമുക്ക് 8-ാം നിലയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് 8-ാം നിലയിൽ എത്തിയപ്പോൾ ആടുന്ന് 8-ാം നിലയിലാണ് നമ്മൾ ഇറക്കുമ്പോൾ കാണാൻ ഈ സ്റ്റാഫ് വീൽ ചെയറിലോ തള്ളിക്കൊണ്ടുപോകുന്ന സ്റ്റാഫ്, ഒരു ലേഡി സ്റ്റാഫ് ലിഫ്റ്റിലേക്ക് കയറുന്നു. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ പോല്ല, പിന്നെ എന്നെ ഒന്ന് എൻ്റെ വാർഡിൽ ആക്കി തരണമെന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ നമ്മൾ വേറെ ആൾ വിളിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ ആരോടെ അപ്പോൾ പറയണ്ടേ, നമുക്ക് തള്ളിത്തരില്ല. അങ്ങനെ ആരെയും കുറേ നേരം നോക്കിയിട്ട് ആരും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ എടുത്തോളം എത്തിയതാണ്.
അപ്പോൾ സിസ്റ്റർ പട് കയറാണ്ട് ലിഫ്റ്റ് കയറാണ്ട് ഇറങ്ങിയിട്ടാണ് തള്ളിയിട്ട് പിന്നെ ബെഡിലെഴുത്ത് വരെ എത്തിച്ചു തന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മനസ്സിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽബിനും പറയുന്നുണ്ട് ഇങ്ങനെ തളുത്തിരുന്നതായിട്ടല്ല നമ്മളിങ്ങനെ വിളിച്ചിട്ടായിട്ടും പോകുമ്പോൾ ഇതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എല്ലാവരും ഒരു വിലയിരിപ്പില്ലല്ലോ, നല്ല മനസ്സിലുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് പിറ്റേന്ന് CT സ്കാൻ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ CT സ്കാൻ എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഉണ്ടല്ലോ, അത് പ്രകാരം CT സ്കാൻ പിന്നെ 12 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് CT സ്കാൻ പിന്നെ 10 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. 10 മണിക്ക് അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പറഞ്ഞ് ഉള്ളിൽ കേരള പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 മണിക്കാണ് നമ്മളെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത്. ഒരു തരത്തിലും ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സപ്പോർട്ട് നല്ല സപ്പോർട്ടിലുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് സമയം ഇരിക്കാൻ പറ്റൂ. അപ്പോൾ ബാക്ക് സപ്പോർട്ടിൽ എടി അവിടെ പുറത്ത് ഏതെങ്കിലും നമ്മൾ ഇരിപ്പിടത്തിൽ നമുക്ക് അത്ര നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുമോ? അത്രയും വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അത് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ വീൽ ചെയർ ഇല്ല. വീൽ ചെയർ അപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ചെറിയ പെൺകുട്ടി, നേഴ്സാണോ അറ്റൻഡാണോന്ന് അറിയില്ല, നേഴ്സിൻ്റെ വേഷമാണ് ധരിച്ചിട്ടുള്ളത്. അവരാണ് നമുക്ക് പിന്നെ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് എടുക്കാൻ പിടിക്കലും ചെയ്യുന്നതാണ് കുറച്ച് കുട്ടികൾ. ആ കുട്ടി എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ കയറിയിരിക്കുന്നു പറഞ്ഞിട്ടൊരു വീൽ ചെയറിൽ കയറ്റിയിരുത്തിട്ട് ഞാൻ വിചാരിച്ച് മേലെ കൊണ്ടുകൊണ്ടിട്ടായിരിക്കും വിചാരിച്ചു. പക്ഷേങ്കിൽ പുറത്ത് ഇറക്കി, സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഒരു സൈഡിൽ നടത്തിയിട്ട് പറഞ്ഞു ഇപ്പോൾ ആൾ വരും തള്ളിക്കൊണ്ടുകൊണ്ടെന്ന് പറഞ്ഞു. ഞാനതും വിശ്വസിച്ചാടെ നിന്ന്. ആര് വരിക? ഒരു മനുഷ്യനില്ല. ഞാൻ പറയുമ്പോൾ പിന്നെയും പറഞ്ഞു കുട്ടിയോട് ചോദിച്ചു ഇങ്ങനെ അത് വിളിച്ചിട്ടുണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര സമയം ഭക്ഷണം കഴിച്ചാൽ ഇല്ല, രാത്രി 9 മണിക്ക് കഴിച്ചതാണ്. അതിന് ശേഷം ഇവർക്ക് കുടിക്കാനുള്ള നമ്മൾ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കുടിക്കാൻ തരുന്ന വെള്ളം മാത്രമാണ് കുടിച്ചത്, 1.5 കുപ്പി വെള്ളം. ഉച്ചക്ക് 2 മണിയാകുന്ന വരെ എത്രയോ ഗുളിക കഴിക്കുന്ന ഞാനാണ്. അപ്പോൾ എന്നിട്ട് അവർ ഞാനെൻ്റെ ഒച്ചപ്പാടിലാക്കി നോക്കി എന്തായാലും ഇങ്ങനെ വരാതെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ മുതലേ ഞാനവിടെ 10 മണിക്ക് പോയ സമയം മുതലേ ഒരു ചെറിയ ചെക്കൻ ഫുൾ ടൈം കറങ്ങി നടക്കലാണ്. വരിക സിസ്റ്ററോട് കുറേക്കിനെ അടിച്ചിട്ട് പോവുക, പിന്നെയും വരിക പോവുക, അങ്ങനെ സൈഡിൽ നിന്നിട്ട് ഓൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഓന് ഞാൻ പറയാൻ പാടുണ്ടായിരുന്നു. ഞാൻ അവരോട് ദേഷ്യപ്പെടുമ്പോൾ ഓൻ കണ്ടിട്ടായിരുന്നു. ഓൻ എന്നോട് പറയുക നിങ്ങൾ നമ്മൾ പറയുന്നു കൺട്രോൾ റൂമിൽ പോയിട്ട് പറ പരാതി ഉണ്ടെങ്കിലും. ഞാൻ പറഞ്ഞു കൺട്രോൾ റൂമിൻ്റെ കാര്യം ഇനി പറയണ്ട, ഇനി എന്നാ പണിയും കിടന്നെടുക്കുന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. പിന്നെ അപ്പം പിന്നെ വൈഫാനോട് പറഞ്ഞു മാപ്പിളക്ക് നമ്മളെ തൊട്ടടുത്ത ബെഡിൽ ഉള്ള പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള അവരുടെ മോളാണ്. അപ്പോൾ കുറച്ച് ആരോഗ്യം കാര്യങ്ങളുള്ളത്, അപ്പോൾ കുറച്ച് സ്മാർട്ടല്ല കാര്യത്തിൽ. പറഞ്ഞ് നമുക്കും തന്നിട്ട് പിടിച്ച് എന്നിട്ട് തള്ളി ലിഫ്റ്റ് കയറ്റിയിട്ട് എൻ്റെ പിന്നെ വാർഡിലെത്തിച്ച് കിടത്തി. അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ മെഡിക്കൽ കോളേജിൽ പോവുക? നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് പോവുക? നിങ്ങൾ പറയുന്ന എല്ലാ സംവിധാനവും അവിടെയുണ്ട്. നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്, ഹൈ ക്ലാസ്സാണ്. അപ്പം അടുത്തല്ലേ നമ്മളെ വാർഡിന് വേണ്ടിയിട്ടുള്ള 22 അപ്പുറത്തായിട്ട് 22 ബെഡ് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് കുറച്ച് ബെഡുണ്ട്. അവർക്കെല്ലാം കൂടിയുള്ളത് 3 ബാത്റൂമാണ്. ലാട്രിൻ 3-ൽ 2 യൂറോപ്യനും 1 സാധയും. അതിൽ 1 പൊളിഞ്ഞ് കിടക്കുകയാണ്, അതിൽ പോകാൻ പറ്റില്ല. 1 മാത്രമേ ഉള്ളത്. പിന്നെ വാഷ് ബേസ് 2 ഉള്ളത്. ആ 2 1
കേടായി കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ആരാ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആരോടാണ് പറയേണ്ടത്? അത് സിസ്റ്റം ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ വാർഡിൽ ഓരോ റൂമിൽ എന്തൊക്കെ അപാകതയായിട്ടെന്ന് വന്ന് നോക്കേണ്ടതും അല്ല അഡ്മിനിസ്ട്രേറ്റർ ജോലിയാണ്. അഡ്മിനിസ്ട്രേറ്റർ ആരെങ്കിലും പറഞ്ഞേക്കണം, ആ സൂപ്പർവൈസറായിട്ടോ ആരാളെന്ന് എനിക്കറിയില്ല, അതിൽ താഴെയുള്ള ആളെ പറഞ്ഞേക്കണം, അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ജനങ്ങൾ പരമാവധി ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു ഇതാണോ ഇത്? അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ ഞാൻ അവിടെ നിന്ന് പിന്നെ എനിക്കിത് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ്, പിന്നെ ഞരമ്പിൻ്റെ ടെസ്റ്റ് അടക്കം കഴിഞ്ഞ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള നമുക്ക് 100 ഡോക്ടർ വരില്ല. 100 ഡോക്ടർ എല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 100 ഡോക്ടർ അതിൽ വരില്ല, പേഷ്യൻറ്റിൻ്റെ ഐ വാർഡിൽ വരില്ല. കാരണം അതിൽ ആഴ്ചക്ക് 2 ദിവസം മാത്രമാണ് ഉള്ളത്. അത് ഒ പിയിൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പരിശോധിക്കാനും ചോദിക്കാനും പറയാൻ വരുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ ബുദ്ധിമുട്ടുണ്ട്, സോറിയാസിസ് എല്ലാം കുറച്ച് അധികമായിട്ടുള്ള, ഇവിടുന്ന് കുളിക്കാനൊന്നും പറ്റില്ലല്ലോ. കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പറ്റും, പക്ഷേ അതല്ല, അനക്ക് സ്റ്റൂളിലൊക്കെ ഇരുന്നിട്ട് കുളിക്കണം, മാത്രമല്ല ഒരാളെ സഹായം ഇല്ലാണ്ടാവില്ല, അതെല്ലാം അവിടെ നിന്ന് നടക്കുക. അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞ് സോറിയാസിസ് വല്ലാണ്ട് എത്തിയിട്ടുണ്ട്, പിന്നെ എന്തായാലും ടെസ്റ്റെല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്തായാലും അടുത്ത ആഴ്ച ഡോക്ടർ വരുന്ന ആ ദിവസത്തേക്ക് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ആക്കി തരണം എന്ന് പറഞ്ഞു. അത് ഉൾക്കൊണ്ടിട്ട് ഡോക്ടർ അങ്ങനെ ചെയ്തു. ഉച്ചയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാ ടെസ്റ്റും കഴിച്ച് നമ്മൾ ഉച്ചക്ക് സിസ്റ്റർ എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടണ്ടെങ്കിൽ CT സ്കാൻ്റെ റിസൾട്ട് വരണം, എന്നാലേ ഇൻഷുറൻസ് കിട്ടും. അതവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയുള്ള രാവിലെ ഡോക്ടർ എഴുതുകയല്ലേ, നമുക്കിങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ടാന്ന്. അത് നമ്മൾ അറിയില്ല, നിങ്ങളൊന്ന് ഓഫീസിൽ പോയി ചോദിക്കുന്ന. ഓഫീസിൽ പോയി ചോദിക്കുമ്പോൾ ആടെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ സിസ്റ്ററോട് ഫയലും കൊണ്ടുവരും കൊടുത്തേക്കാൻ പറയാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ സിസ്റ്ററോട് വന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നത് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് പറയേണ്ട തേച്ചും പറഞ്ഞ് ചോദിക്കേണ്ട തേച്ചും ചോദിച്ച് ലാസ്റ്റ് ഒരു രക്ഷയില്ലായിട്ടാണ് ഞാൻ വെറുതെ, കാരണം രണ്ടും കൽപ്പിച്ചിട്ട് നമ്മൾ MP ജയരാജൻ സാറിനെ വിളിച്ചത് പെട്ടെന്ന് തന്നെ കണക്റ്റായി. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, പിന്നെ നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്നും ചെയ്തു തരണ്ട, പിന്നെ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യല്ലോ, പക്ഷേങ്കിൽ അത് നിയമപരമായിട്ടുള്ള കാര്യത്തിൽ തെറ്റിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമല്ലോ, അതുകൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതുപോലെ പറഞ്ഞു. അവർക്ക് അത് സബ്മിറ്റ് ചെയ്താലേ ഇൻഷുറൻസ് കിട്ടൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഞാനായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ ഒരു ബിന്ദു മേഡം ഉണ്ട്, ബിന്ദു മേഡം അടുത്ത അഡ്മിനിസ്ട്രേറ്ററാണ്, ഓരോരു പോയിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പം വൈഫ് താഴെ പോയി, പിന്നെ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയി, പിന്നെ തിരിച്ച് വരുമ്പോഴേക്ക് എന്നാന്ന് വെച്ചാൽ ബിന്ദു മേഡം മേലെയുള്ള സിസ്റ്ററെ വിളിച്ചിട്ട് നല്ലോണം വഴക്ക് പറഞ്ഞു. പിന്നെ അപ്പോൾ നല്ലോണം വഴക്ക് പറഞ്ഞപ്പോൾ അന്നേരം കാണാൻ വേഗം ഫയലെല്ലാം എടുത്തിട്ട് കൊടുക്കുന്നു, നിങ്ങൾ താഴെ കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞിട്ട്. അപ്പം താഴേന്ന് പിന്നെ താഴെ പോയെന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണിക്കാണ് നമുക്കത് തരുന്നത്. അന്നേരം തന്നെ നമ്മൾ ഡിസ്ചാർജ് ആകേണ്ട തിരക്കും കാര്യങ്ങളും വണ്ടിയെല്ലാം ഏൽപ്പിച്ച് 8:15 നമുക്ക് വണ്ടി വരും എന്നുള്ളൊരു ഇതിൽ നമ്മൾ താഴെ പോയി ഇൻഷുറൻസ് ഓഫീസിൽ പോയി എന്നിട്ട് അത് ആടെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് നമ്മൾ ഡിസ്ചാർജ് ആയി. എന്നിട്ട് വന്നിട്ട് വണ്ടിക്ക് കുറച്ച് കാത്തിക്കേണ്ടി വന്നു. പക്ഷേ ഒരു കാര്യമില്ലേ, നമ്മളെ ഡോക്ടർ നമ്മളെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുമ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ എഴുതിയിരുന്നു. അതിലൊരു ടെസ്റ്റ് ഈ അവിടെയുള്ള ജൂനിയർ ഡോക്ടർമാരുടെ അപാകത കൊണ്ട്, കാരണം ഒരു ടെസ്റ്റ് അവർ പകർത്തിയിട്ട് അവർ ഷീറ്റിൽ എഴുതിയില്ല. അതുകൊണ്ട് നമുക്കതറിയില്ലല്ലോ ഇതെന്താ എഴുതിയെന്നുള്ളത്.
അവർ ബ്ലഡെല്ലാം എടുത്തിട്ട് പോയിന്, എന്തിനാവശ്യത്തിനാണെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് അവർ എഴുതിയില്ല, പകർത്തി എഴുതിയിട്ടില്ല ആ ടെസ്റ്റിൻ്റെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പോയപ്പോൾ, ഇന്നലെയാണ് ഡോക്ടർ, ഒരാഴ്ച ഡോക്ടർ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ആഴ്ച ചൊവ്വയും വ്യാഴം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം കുറച്ച് ദിവസം എടുക്കും റിപ്പോർട്ട് കിട്ടുക എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് നമ്മൾ വിളിച്ച് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സഹിച്ച് പിടിച്ച്, വേദനയെല്ലാം സഹിച്ച് പിടിച്ച് ഒരുവിധം ടെസ്റ്റെല്ലാം ചെയ്തതല്ലേ, പിന്നെ അപ്പോൾ എന്തായാലും രോഗം കണ്ടെത്തൂ എന്ന നിലക്ക് അവിടുത്തെ വരികയാണ്. അപ്പോൾ ഇത് ഇന്നലെ അനുഭവിച്ച പീഡനം ഒട്ടും പറയാൻ പറ്റാത്തതാണ്. ഈ ലൈനിൽ നിന്നതും അതുപോലെ തന്നെ ഇതെല്ലാം ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർമാരെല്ലാം പോയി കിടന്നു. പിന്നെ നോക്കുമ്പോൾ എടുക്കുന്ന പിന്നെ താഴെയുള്ള മേലെയുള്ള താഴെയെല്ലായിട്ടാണ് എടുക്കുന്നത്. ആകെ പ്രശ്നവും കുലുമാലും എല്ലാം. അപ്പോൾ ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ട്. എല്ലാവരും ആരും പുറത്ത് വന്നിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും പരസ്പരം പറയുക, സഹിക്കുക. കാരണം നമ്മൾ സഹിക്കേണ്ട ആൾക്കാരാണ്, കഴുതകളാണ്. അതുകൊണ്ട് ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ മിസ്റ്റേക്കല്ല, എല്ലാം ഉദ്യോഗസ്ഥന്മാർ കളിയാണ്. അപ്പോൾ അവർ നിയന്ത്രിക്കേണ്ടത് അവിടെ അഡ്മിനിസ്ട്രേറ്ററാണ് നിയന്ത്രിക്കേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ അതിൻ്റെ ചുമതല ആർക്കാ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരെ കൊടുത്തിട്ട് അവർ വേണമെന്ന് ചെയ്യിക്കേണ്ടതാണ്. എൻ്റെ സിസ്റ്റർ പറയുന്നത് വെച്ചാൽ നിങ്ങളെപ്പോലെയല്ലേ ഞാനും രാവിലെ 8 മണിക്ക് അടിച്ചതാണ്, ഇതുവരെ ഒന്നും കുടിച്ചിട്ടാണ് 10 മണിക്ക്. അപ്പം നമ്മളും അങ്ങനെ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓരോ ചായ കുടിച്ചോ ഇല്ലയെന്നൊന്നും അല്ല നമ്മളെ വിഷയം. നമ്മളെ മാനസിക പരിഗണനയിൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റാത്ത വിഷമമുണ്ട്. പക്ഷെ അതല്ലല്ലോ, അത് നമ്മളോട് പറയേണ്ട കാര്യമില്ല. അത് അവരെ മേലെയുള്ള സൂപ്പർവൈസറോടോ സൂപ്രണ്ടോടോ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ട് ഓടാന്നത് ആക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ജനങ്ങളോട് ദേഷ്യപ്പെട്ടാൽ ജനങ്ങൾ ഇതെന്താ എന്തും അനുഭവിക്കാനായിട്ടുള്ള ആൾക്കാരാണോ? അല്ല. അപ്പം ഡോക്ടർ പിന്നെ ഇതൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ബ്ലഡിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി എഴുതിയില്ല, ഞാൻ അതിൽ റിപ്പോർട്ടിൽ കാണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടെല്ലാം ഡോക്ടർ പരിധി നോക്കിയില്ല. എന്നിട്ട് അതിന് ശേഷം ഡോക്ടർ പിന്നെ അവിടുത്തെ നമുക്ക് ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവില്ലേ, ആ ഡിസ്ചാർജ് സമ്മറിയും ഡോക്ടർ ചീട്ടും തമ്മിൽ നോക്കുമ്പോൾ അത് അവർ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടില്ല. എന്തൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തെന്നുള്ളതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ അത് മിസ്സായി. എന്താ ടെസ്റ്റ് ചെയ്തിട്ട് അത് മാത്രമല്ല, ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് അയച്ചിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. അവിടുന്ന് തന്നെ ചെയ്യുന്നില്ല. ഇത്രയും ദിവസം നമുക്കത് വേസ്റ്റായി. ഇതിന് വേസ്റ്റായി എന്നല്ല, ആ കാര്യം മിസ്സായി. അത് ഒരു പോരായ്മ തന്നെയല്ലേ, വലിയ പോരായ്മയല്ലേ. കാരണം അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ അതിലൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് കണ്ടു, CT സ്കാനിൽ നെഞ്ഞത്ത് ഒരു ചെറിയൊരു പാട് പോലെ കണ്ടു. അപ്പം അത് എന്തെന്നാന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ PET സ്കാനും അതുപോലെ അതിന് ശേഷം ഒരു പൾമോളജിസ്റ്റിനെ കാണിച്ചിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് വന്ന് കാണണമെന്ന് പറയണം. അതിൻ്റെ പ്രകാരമാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. അപ്പോൾ PET സ്കാൻ ചെയ്യണമല്ലോ. PET സ്കാൻ ചെയ്യേണ്ട സ്ഥലവും പറഞ്ഞു തന്നു, മലബാർ ക്യാൻസർ സെൻറ്റർ. അപ്പോൾ PET സ്കാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ മലബാർ ക്യാൻസർ സെൻറ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ അടി ഉള്ളൂ എന്നും കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബേജാറായി, കുടുംബങ്ങൾക്കെല്ലാം ബേജാറായി. ഇത് ക്യാൻസറിലേക്കാണ് പോകുന്നെന്ന് തോന്നുന്നു, അത് പരിശോധിക്കാനില്ല പോകുന്നെന്നുള്ള ചിന്ത. അപ്പോൾ ഇന്നലെ പോയിട്ട് വന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ അവിടുത്തെ നമ്പറിൽ ഞാൻ വിളിച്ചോണ്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇന്നും വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചിട്ടെല്ലാം കൂടി റിസപ്ഷനിൽ കിട്ടി. പിന്നെ മറ്റേ നമ്പർ തന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ, സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷെങ്കിൽ എടുക്കുന്നില്ല. ഞാൻ രണ്ടാമത് രാവിലെ വിളിക്കുന്നവരെ നിന്നു. ഉച്ചക്ക് പിന്നെ റിസപ്ഷനിൽ പിന്നെ വിളിച്ചാലും പറഞ്ഞു അവിടെ നല്ല തിരക്കായിരിക്കും, അവർക്ക് ഫോൺ എടുക്കാൻ സമയം ഉണ്ടാവില്ല.
നിങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ഉച്ചക്ക് ട്രൈ ചെയ്ത് അതിനെയൊന്നും അവരെ കുറ്റം പറയില്ലേ, അവർക്ക് ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ ഇനി എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:45 അങ്ങനെയാകുമ്പോൾ എന്തോ ഭാഗ്യത്തിന് കിട്ടി. ട്രൈ ചെയ്തിട്ട് അപ്പോൾ കിട്ടിയപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ 42 ദിവസം കാത്തു നിന്നാലേ വെയിറ്റിങ്ങിലാണ് നിങ്ങൾ ഉണ്ടാവുക. പിന്നെ പൈസേൻ്റെ വിചാരം പറഞ്ഞ് 12,600 റുപ്യ അടക്കണം. 12,600 റുപ്യ അടച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്തിട്ട് ഈ 42 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. കാരണം എനിക്ക് ഒരു ദിവസം പോലും കാത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ മെഡിസിൻ, അതിന് രോഗത്തിലുള്ള മെഡിസിൻ എല്ലാം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ കുറച്ച് വേദന കുറയ്ക്കാനുള്ള വേദന സംഹാരികളിലാണ് കഴിക്കുന്നത്. അത് കൂടുതൽ കഴിക്കാനും പാടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇന്നത്തെ ഞാനിപ്പോൾ കുറേ അതിന് കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും വിളിച്ചു നോക്കി. ബേബി മെമ്മോറിയൽ കാർഡിയോളജി. അപ്പോൾ പിന്നെ മിംസിൽ കോഴിക്കോടുണ്ടെന്ന് പറഞ്ഞു, ബേബി മെമ്മോറിയലിൽ കോഴിക്കോടുണ്ടെന്ന് പറഞ്ഞു അവരെ തന്നെ. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർ ഒരാൾ 28-ാം തീയതിക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. 19,000 റുപ്യ വേണം. അതിന് ഓർമ്മ പിന്നെ വേറെന്തോ ചെറിയൊരു ചാർജും കൂടി പറഞ്ഞു. ചിലപ്പോൾ 21 റുപ്യ ആവുമെന്ന് പറഞ്ഞു. അപ്പം ബേബി മെമ്മോറിയലിൽ ചോദിച്ചാലും അതേ റേറ്റിനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിൽ 12,000 സംതിങ് ഉണ്ടാകുക, മറ്റേത് അറൗണ്ട് 20,000 ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഉള്ള സ്ഥിതി. അപ്പം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഇതിലൊന്നും ഞാനിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് റുപ്യ എൻ്റെ രോഗത്തിന് ചിലവാക്കി. അതെല്ലാം കുറേ കടവും കാര്യങ്ങളും എല്ലായിട്ടാണ്. ദൈവം സഹായിച്ചിട്ട് കച്ചവടം ഞങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഷോപ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഇത്രയും കൊണ്ടുപോയി നഷ്ടവും മറ്റും വരുത്താത്ത രീതിയിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഒരു ഗതിയുമില്ലാതെ പെറ്റ് സ്കാൻ ചെയ്യേണ്ടിക്കണം ചെയ്യുക. പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ടാക്കാൻ എന്ത് ചെയ്യും? ഈ ബേബി മെമ്മോറിയലിലോ അല്ലെങ്കിൽ മിംസിലോ പോയിട്ട് ഇത്രക്കാരം പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ 42 ദിവസം വെയിറ്റിംഗ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഈ 12,500 കൊടുക്കാനുണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് വഹിക്കേണ്ടതല്ലേ. പിന്നെ നമുക്കെന്തിനാണ് ഈ സിസ്റ്റം? പാവപ്പെട്ട കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. പൈസ ഉള്ളാക്ക് കാർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പൈസ വാങ്ങിക്കുക. അതാണ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തേക്ക് നമ്മളെപ്പോൾ പോവുക, എപ്പോൾ എത്തുക? നമ്മളെ ലക്ഷ്യം എന്താണ്? പാവപ്പെട്ടവനെ പണക്കാരനെ എല്ലാം ഒരേ രീതിയിലെത്തിക്കുക എന്നല്ലേ. അത് ഇങ്ങനെയാവുമ്പോൾ നടക്കുമോ? ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന പൈസക്കാരനെ പുച്ഛിക്കുന്നില്ലേ? പൈസ അവൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതാണ്. അവരതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെയാണ് നല്ലത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വികാരഭരിതനായിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നുവെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് പാർട്ടിക്കെതിരല്ല പറയുന്നത്, ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയും മറ്റുള്ള ആൾക്കാരുമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള വിഭാഗങ്ങളുണ്ട്, അതിൻ്റെ സെക്രട്ടറിയോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അവരാണ്. അല്ലാണ്ട് ഒരു മന്ത്രിക്ക് എല്ലാവരുടെയും വന്നിട്ട് ആശുപത്രിയിലെല്ലാം വന്നിട്ട് ഇങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ കേരളം 1-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രി അടക്കമുള്ള ആൾക്കാർക്കുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. അതേ പറയാനുള്ളൂ. ഇനി ഇത്രയും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ഈ അനുഭവിച്ചതിന് അങ്ങനെയൊന്നും ആടെ സംഭവിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന
അവിടെ പോകാതെ ആൾക്കാരായിരിക്കും. കാരണം നമ്മളെല്ലാ പേഷ്യൻസുമായിട്ടും അങ്ങോട്ട് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുമല്ലോ എപ്പോഴും. മാത്രമല്ല ഓരോരുത്തരാൾ താഴ്ന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന മറ്റും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും ഈ ഡോക്ടർ എഴുതിയ ഷീട്ട് അത് അപ്പോൾ പകർത്തി എഴുതുമ്പോൾ തെറ്റിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കാണിച്ചിട്ട് എൻ്റെ എടുക്കുന്നുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയറാണ്.